എന്റെ കൂടെ മഞ്ഞളിരിഞ്ഞ പൂവില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ടുള്ളൊരു ഇതാണ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ലെവലല്ല. എന്റെ സിസ്റ്ററിനെ പോലെ തന്നെ ഞാൻ ഫീൽ ചെയ്തൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് അവളെ വിളിച്ച് കാര്യം പറഞ്ഞു. വേറെ ഷോപ്പില്ലേ ചേച്ചി? പള്ളിക്കൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിനെ നമ്മളിപ്പോ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറി. അത് 17 വർഷമായിരുന്നു. എന്തൊക്കെയാ സർവീസ് ഉള്ളത്? ഫുൾ സർവീസ് ഉണ്ട്. ആക്ച്വലി ആശയെ സംബന്ധിച്ചിടത്തോളം ആശ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള നിൽക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശയ്ക്ക് ഈ ഫീൽഡ് ആയതുകൊണ്ട് ആശ മേക്കപ്പിലാണെങ്കിലും ഹെയറിലാണെങ്കിലും സാരി ഉടുക്കുന്നതിനാണെങ്കിലും എല്ലാത്തിലും ഒരു ഫെസ്റ്റിവൽ സീനോ ഒരു ഫംഗ്ഷൻ സീനോ എന്ത് വന്നാലും മേക്കപ്പ് മാനോടൊപ്പവും കോസ്റ്റ്യൂമറോടൊപ്പവും നിന്ന് ആശ ഞങ്ങൾക്ക് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒപ്പം നിന്ന് ഞങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം ആശ ചെയ്തു തരാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നല്ലേ, ഇത് സത്യസന്ധമായ കാര്യം. എല്ലാവരും ഇപ്പോൾ ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ എല്ലാവരും അത് ചെയ്തു തരണം യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ആശയ്ക്ക് അങ്ങനെയുള്ളൊരു യാതൊരു ഈഗോ ക്ലാഷും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഓടി വന്ന് നിൽക്കും ആർക്കും. പക്ഷെ അതിനുള്ള പണിയും ആശ എന്നെ പോലെ തന്നെ ആയിരുന്നു.